പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ NDAയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനമാണ്. ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പാർട്ടിയിലേക്ക് പുതുതായിട്ട് വരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ CPMൽ നിന്നും അതുപോലെ മറ്റ് പൊതുസമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വമെടുക്കുന്ന ആൾക്കാരെ സ്വീകരിക്കുകയാണ്. സ്വീകരണത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പത്രപ്രവർത്തകരോട് സംസാരിക്കും. ആദ്യം ഞങ്ങളുടെ ഈ വേദിയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ശ്രീ രാധാകൃഷ്ണ മേനോൻ സന്നിഹിതനാണ്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്, വക്താവാണ്. അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത്, കൊല്ലം ജില്ലാ പ്രസിഡൻറ്റ്. അതുകൂടാതെ നവാഗതരായിട്ട് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്ന നേതാക്കന്മാരാണ് വേദിയിലുള്ളത്. ചില ആൾക്കാർ വേദിയിലേക്ക് പുറത്തുണ്ട്, എല്ലാവരെയും വിളിക്കാം. ആദ്യമായിട്ട് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത് ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ. അദ്ദേഹം നിലവിൽ KPCC സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ നിരവധി കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അവിടെ ഒരു സഹകരണ സംഘത്തിൻ്റെ 25 വർഷമായിട്ട് ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിലെ UDF കാൻഡിഡേറ്റ്, UDF സ്ഥാനാർത്ഥി, അവിടുത്തെ MLA കൂടിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും കരുനാഗപ്പള്ളിയിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ UDFൻ്റെ കരുനാഗപ്പള്ളി മണ്ഡലം ചെയർമാനാണ് നിലവിൽ. അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ പ്രതാപ് കുമാർ, എല്ലാവർക്കും വളരെ അദ്ദേഹത്തെ അറിയാം. മെഡിട്രീന ഹോസ്പിറ്റലുകളുടെ MD ആണ്. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാർഡിയോളജിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വ്യക്തി. അതോടൊപ്പം തന്നെ ഏകദേശം 15 രാജ്യങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത പ്രശസ്തി അദ്ദേഹത്തിനുണ്ട്. അതിനുപരിയായിട്ട് സേവന രംഗത്ത് നിരന്തരമായിട്ടുള്ള പരിശ്രമം, ഒരു കാർഡിയോളജിസ്റ്റ് എന്നതിനപ്പുറം പൊതുസേവന രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഡോക്ടർ പ്രതാപ് കുമാർ. അദ്ദേഹത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് ശ്രീ ദേവപ്രശാന്ത് NCPയുടെ ഓൾ ഇന്ത്യ കമ്മിറ്റി അംഗമായി ആണ്. അതോടൊപ്പം തന്നെ ശ്രീ NA റഷീദ് CPMൻ്റെ കൗൺസിലറായിരുന്നു. വിഴിഞ്ഞത്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിരുന്ന വ്യക്തിത്വമാണ്. ശ്രീ NA റഷീദ് CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ചു. അങ്ങനെ ഒരു നീണ്ട നിര നേതാക്കന്മാർ ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകുന്നു. ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. ആദ്യം ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ, KPCCയുടെ നിലവിൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. The heart is in safe hands. Welcome. അത് കഴിഞ്ഞാൽ ഡോക്ടർ ശ്രീ NA റഷീദ്. CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഏറെ സുപരിചിതനാണ്. വിഴിഞ്ഞത്തിൻ്റെ ജനകീയ നായകനാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദേവപ്രശാന്ത് ഒരു ഉന്നത ബിരുദധാരിയാണ്, പ്രൊഫഷണലാണ്. അതോടൊപ്പം തന്നെ NCPയുടെ സംസ്ഥാന ചുമതലയുണ്ടായിരുന്നു.
അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പ്രൊഫസർ ദേവപ്രസാദ് ജോൺ സാറിനെയും തിരുവനന്തപുരത്തെ പൗരപ്രമുഖർക്കും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലുള്ളവർക്കറിയാം. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ മുന്നേറ്റങ്ങൾക്ക് നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കോസ്റ്റൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ വലുതാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ശ്രീ ഈഡൻ ഷിജോ ഐസക് അദ്ദേഹം INC ഇരിക്കൂർ അസംബ്ലി പ്രസിഡന്റാണ്. നമ്മുടെ വേദിയിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വാദപ്പള്ളി അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം വളരെ കേരള ദേശം പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഒരു എക്സ് സർവീസ് മാനാണ്. ഇന്ത്യയിലെ എക്സ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി ആസ്ഥാനമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. ശ്രീ മോഹനൻ പാമ്പാടി കേരള ദേശം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മോഹനൻ പാമ്പാടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജോർജ് കൊല്ലംപള്ളി കേരള ദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. കേരള ദേശം പാർട്ടി ഇവിടെ മുഴുവൻ നേതാക്കന്മാരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ പവനൻ മേനോൻ കേരള ദേശം പാർട്ടിയുടെ ട്രഷററാണ്. ശ്രീ ദിലീപ് ചന്ദ്രൻ നായർ കേരള ദേശം പാർട്ടിയുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്. ശ്രീ കെ പി ഏലിയാസ്, ശ്രീ ഷാജി പി ജോൺ, ശ്രീ കുര്യൻ ജോൺ, ശ്രീ രാജപ്പൻ KS, ശ്രീ മധു എസ് ആർ AAPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ശ്രീ മധു എസ് ആർ അതോടൊപ്പം തന്നെ ശ്രീ സജു മോഹൻ അദ്ദേഹം DYFIയുടെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ കണ്ണൻ ഭാസി അവർകൾ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ കണ്ണൻ ഭാസി, ശ്രീ നന്ദുരാജ് വിജയൻ, ശ്രീ വിഷ്ണു സുരേന്ദ്രൻ, ശ്രീ AR പ്രേംകുമാർ, ഡോക്ടർ വേണുഗോപാൽ സാറ് അഡ്വക്കേറ്റാണ്, ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ PRO എന്ന നിലയിൽ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആസ്റ്റേജ് ജോണി, സിനിമാ മേഖലയിൽ നിന്ന് സോഫ്റ്റ്വെയർ മേഖലയിലും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കുണ്ട്ര ജോണി സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ കുര്യൻ ജോൺ കേരള ദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, കോട്ടയം സ്വദേശിയായിട്ടുള്ള ശ്രീ കുര്യൻ ജോൺ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അനിൽ ആറ്റിങ്ങൽ
കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ അനിൽ ആറ്റിങ്ങൽ, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുനിൽ, ശ്രീ സതീഷ്, ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് വന്നിട്ടുള്ള UDFിൻ്റെ ഭാഗമായിട്ടുള്ള RSP ആണ്. RSPയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളാണ് അനിൽ ആറ്റിങ്ങൽ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പാർട്ടിയിലേക്ക് RSPയിൽ നിന്ന് വന്നിട്ടുള്ള സഹപ്രവർത്തകരെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സുനിൽ, ശ്രീ സതീശൻ, അനിൽ ഓരോരുത്തരായിട്ട് വിളിച്ചു. ശ്രീ മനോജ്, വിളിച്ചില്ലേ? ശ്രീ മനോജ്, എന്താ പേരെന്താ? സിന്ധു, ജയകുമാരി, ഉഷ, രാജേശ്വരി, അമ്പിളി, പ്രീത, മിനി, മോളോ, DYFI ശ്രീ റഷീദിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കാർത്തിക് പ്രബലാകം, കാർത്തിക് പ്രബലാകം, ശ്രീ രാഹുൽ, ശ്രീ രാജേഷ് വിഴിഞ്ഞം, ശ്രീ പ്രദീപ് പ്രബലാകം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ? പാർട്ടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാർട്ടി മെൻഡിയയിൽ ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും പാർട്ടീൻ്റെ എല്ലാ പ്രവർത്തകരുടെ പേരിൽ സ്വാഗതം ഞാൻ പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു, കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഏപ്രിൽ 9-ാം തീയതിയാണ് അവർ പ്രഖ്യാപിച്ചു. ഇന്നലെ ഈ അടുത്ത 23 ദിവസം BJP NDA കാണുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ ദിനങ്ങളാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാടും അതിൻ്റെ ഒപ്പം ഒരു പുതിയ ഭരണം കൊണ്ടുവരാൻ ഞങ്ങളുടെ താല്പര്യവും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആദ്യം മുതൽ വയ്ക്കാൻ തുടങ്ങി. ഇനി അത് അടുത്ത 23 ദിവസം കൃത്യമായി ഞങ്ങളത് അവതരിപ്പിക്കും, സൂചിപ്പിക്കും. ഇതിൽ ഒരു സംശയവുമില്ല, ഈ മാറ്റം ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മാറ്റം തുടങ്ങാം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. നാടിനെ നന്നാക്കാനും
നാട്ടുകാരെ നന്നാക്കാനും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനും വിവാദ രാഷ്ട്രീയങ്ങളെല്ലാം മറച്ചു വെച്ച് ഒരു വികസന രാഷ്ട്രത്തിലേക്ക് നാടിൻ്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകാനാണ് BJP NDA ലക്ഷ്യം. അപ്പോൾ വരാൻ പോകുന്ന 23 ദിവസം ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ വിവാദത്തിൽ ഇറങ്ങാനോ കയറാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം. ഞാൻ മാധ്യമ സുഹൃത്തു വഴി എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം എത്ര കൊല്ലമായി ഭരിച്ചു, ജനങ്ങൾ അവസരം കൊടുത്തു. എനിക്കൊരു സംശയവുമില്ല, ഈ വരാൻ പോകുന്ന 23 ദിവസം അവർ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എത്രയോ കാര്യങ്ങൾ അവർ ശ്രമിക്കും. അത് അവരുടെ ഒരു രീതിയാണ്. കഴിഞ്ഞ എത്രയോ കൊല്ലമായി ചെയ്യുന്നതാണ്, ഇനിയും ചെയ്യും. ഞാൻ ജനങ്ങളോട് പാർട്ടീൻ്റെ പേരിലും മുന്നണീൻ്റെ പേരിലും അഭ്യർത്ഥിക്കുന്നത്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവിയും നമ്മുടെ പുതിയ തലമുറ കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അതിൽ പെടരുത്, അത് ഇഗ്നോർ ചെയ്യണം. വികസനത്തിനെ കുറിച്ച് മാത്രം ആണ് ഈ ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഇന്നും CPM-നോടും കോൺഗ്രസിനോടും വെല്ലുവിളിയായിട്ടല്ല, എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ ഒരു ഇൻവിറ്റേഷൻ, നാടിനെ നന്നാക്കാൻ നിങ്ങൾ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറങ്ങണം. നാടിൻ്റെ ഭാവി ദിശയും ദശയും എന്താവണം എന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. ഞാനൊരു ഓപ്പൺ ഇൻവിറ്റേഷനായി തരാം, വെല്ലുവിളിയല്ല. ഈ 23 ദിവസം നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ നാട്ടിൻ്റെ വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി, നാട്ടുകാർക്ക് വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വെച്ച് ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ, വികസനത്തിൻ്റെ ക്യാമ്പയിൻ, നാടിൻ്റെ ഭാവിൻ്റെ ക്യാമ്പയിൻ ആക്കി മാറ്റണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ഏറെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിത് മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു. ഇതുവരെ നടന്ന വിഭജന രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, വികസനമില്ലായ്മ തരുന്ന രാഷ്ട്രീയം, തൊഴിലില്ലായ്മേൻ്റെ രാഷ്ട്രീയം, വിലക്കയറ്റുന്ന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയം, ഇതെല്ലാം മാറ്റി ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും ഞങ്ങളുടെ കംപ്ലീറ്റ് ലക്ഷ്യവും ഞങ്ങളുടെ ദൗത്യവും. അപ്പോൾ ഇന്ന് ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ്, ഇന്നലത്തെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട്. ഇന്ന് ഞാൻ ഒരു പാട്ട്, ഞങ്ങളുടെ മാറ്റത്തിൻ്റെ ഞങ്ങളുടെ ഒരു ആന്തം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയുക. ഇൻപുട്സ് എല്ലാം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ പാട്ടിൽ ഞങ്ങൾ ആലോചിക്കുന്ന ഞങ്ങളുടെ ചിന്തയും ഈ പാട്ടിലുണ്ട് എന്ന് കേൾക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. ബാക്കി വരുന്ന 1-2 ദിവസത്തിൽ കംപ്ലീറ്റ് ആവും. BJP-ൻ്റെയും NDA-ൻ്റെയും ഉണ്ടാവും. ഒരു 140-നെ കുറിച്ച് കമ്മി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒന്ന് സോറി. ആദരണീയനായ BJP-യുടെ
സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിൻ്റെ പടനായകൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ആദരണീയനായ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമുക്ക് വേണം വികസിത ഇന്ത്യ, നമുക്ക് വേണം വികസിത കേരളം എന്ന മഹത്തായ മുദ്രാവാക്യം രാജ്യത്തിന് വേണ്ടി നൽകിയ സന്ദേശം പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളോടൊപ്പം അണിചേരാൻ തീരുമാനമെടുത്ത് ഉറപ്പിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ മുന്നിൽ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം ഏറ്റെടുത്തത്. ഈ അവസരത്തിൽ ഒന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. മഹത്തായ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെയും ഈ കൊച്ചു കേരളത്തെയും സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോക ഭൂപടത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഭരണതന്ത്രജ്ഞനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക ജനതയുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഇന്ന് 6 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടത്തിലാക്കി ഭരണം നടത്തുന്ന LDFനെ ഈ ഭരണത്തിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് വരും എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരള സംസ്ഥാനത്തെ ഭരിച്ച് നശിപ്പിച്ച UDF എന്ന് പറയുന്ന ആ പ്രസ്ഥാനവും അപകടകരമാണ് ഒന്നുപോലെ എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളീയ ജനസമൂഹം ഒന്നാകെ ഈ 2 മുന്നണികളെയും മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ NDA അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി ഈ കേരള ജനസമൂഹം ഒന്നാകെ അണിനിരക്കണം. വോട്ട് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയെ NDA അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും 2 ആപൽക്കരമായ മുന്നണികളെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ് അകറ്റി നിർത്തുന്നതിനും തയ്യാറാകണമെന്ന വിനയപൂർവ്വമുള്ള അഭ്യർത്ഥനയോടുകൂടി BJPയുടെ ഒരു എളിയ പ്രവർത്തകനായി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇന്നും നിലകൊള്ളും എന്ന് ഈ അവസരത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ മുന്നിലും ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ ആദരണീയനായ ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പടനായകനായ, ഇന്ത്യയുടെ പടനായകനായ നരേന്ദ്രമോദിജിയുടെയും കരങ്ങൾക്ക് ശക്തി പകരുവാൻ എൻ്റെ എളിയ പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്ന് ഉത്തമ വിശ്വാസമുണ്ട്. ഞാനതിവിടെ സമർപ്പിക്കുന്നു. താങ്ക് യു തൊടിയൂർ രാമേന്ദ്രൻജി. അതോടൊപ്പം തന്നെ നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വാദപ്പള്ളി അവർകൾ, കേരള ദേശം പാർട്ടിയുടെ ചെയർമാൻ. ക്യാപ്റ്റൻ ജോർജ് ജോസഫ് വാദപ്പള്ളി. കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ജി, ജനറൽ സെക്രട്ടറി സുരേഷ് ജി, എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ റബ്ബർ കർഷകരുടെ സംഘടനയായ NFRPSും നാഷണൽ ഫെഡറേഷൻ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയും കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സേവ് കേരള എന്ന സംഘടനയും കൂടി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളദേശം രാഷ്ട്രീയ പാർട്ടി. ഞങ്ങൾ 2025 രൂപീകൃതമായത്. പക്ഷേ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ
ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുന്നത് ബഹുമാനനായ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളദേശം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് BJP-യിൽ ഞങ്ങളുടെ പാർട്ടി ലയിക്കുന്നത്. അമാൽമഗേഷൻ ലയിക്കുകയാണ്. ഇന്ന് മുതൽ കേരളദേശം പാർട്ടിയുടെ ഏതാണ്ട് 5 ലക്ഷത്തിലധികം അംഗത്വമുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയിലെ സഹോദരങ്ങളുമായി തൊള്ളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളം BJP-യുടെ കൈകളിൽ എത്തിക്കണം. BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി കേരളത്തിൽ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളദേശം പാർട്ടി അംഗങ്ങളാണ് ഈ കൂടെ കൂടിയിരിക്കുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? ഇതിനൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന NDA അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. നന്ദി, നമസ്കാരം.